ഹായ്, ഞാൻ വന്നിരിക്കുന്നത് സ്പെഷ്യൽ കഞ്ഞിയായിട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റിന് എന്നും നമ്മൾ ഇഡ്ഡലിയും ദോശയും പുട്ട് നൂൽപുട്ടൊക്കെയല്ലേ, ഇതിനൊരു വെറൈറ്റി ആവാം. അത് ചാമരി വെച്ചിട്ടൊരു കഞ്ഞിയാണ്. കഞ്ഞിക്ക് കൂട്ട്, അതായത് മെഴുക്കുവരട്ടി, ഉപ്പേരി, ചക്കക്കുരും മുരിങ്ങക്കായും വെച്ചിട്ടുള്ള സ്പെഷ്യൽ കറിയാണ്. അങ്ങനെ ചാമരി നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടും. തവിട് കളഞ്ഞതും കളയാത്തതും ചോദിച്ച് മേടിക്കാം. അത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഇപ്പോൾ ഒരു ഗ്ലാസ് ചാമരി എടുത്ത് 3/4 പാത്രം വെള്ളത്തിൽ അടുപ്പത്ത് വെച്ച് 10 മിനിറ്റ് വേവിക്കാൻ തിളപ്പിക്കുക. അത് കഴിഞ്ഞ് അത് വാങ്ങി അടച്ച് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ചക്കക്കുരു പോളയൊക്കെ കളഞ്ഞ് വേവിക്കുക, ഉരുക്കി. അതിൻ്റെ ചുവന്ന നിറം കളയാറില്ല, അതിന് ഭയങ്കര ഗുണമെന്ന് അറിഞ്ഞിട്ട് അത് കളയാറില്ല. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് അത് വേവിക്കാൻ വെച്ച് നല്ലോണം വെള്ളത്തിൽ വയ്ക്കണം. അത് 3/4 വേവാകുമ്പോഴേക്കും വെള്ളമൊക്കെ കുറച്ച് വറ്റിയിട്ടുണ്ടാവും. അതങ്ങനെ 3/4 വേവുമ്പോൾ വാങ്ങി വയ്ക്കുക. അതിന് ശേഷം ഉള്ളിയും മുളകും ചതച്ച് മുളക് പൊടി ഇട്ട് മൂപ്പിച്ചതിന് ശേഷം ഈ ചക്കക്കുരു അതിലിടുക. ചക്കക്കുരു ഇട്ട് ഇളക്കി മുരിങ്ങക്കായ കഴുകി നുറുക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ, മുരിങ്ങക്കായയുടെ വലിപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. അത് ഈ ചക്കക്കുരു ഇട്ട് ഇളക്കി അടച്ച് വയ്ക്കുക. പിന്നെ തുറന്നിട്ട് ഉപ്പ് നോക്കണം. ഉപ്പ് ചക്കക്കുരുയിൽ ഉണ്ടാവില്ല, അത് മുരിങ്ങക്കായയിൽ പിടിച്ചിട്ടുണ്ടാവും. പോരെങ്കിലേ ഇടണ്ടോ. അങ്ങനെ 3-4 തവണ നോക്കുമ്പോഴേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി മറിച്ചിടുമ്പോഴേക്കും മുരിങ്ങക്കായ വെന്തുണ്ടാവും. അങ്ങനെ അത് വേവിച്ച് വാങ്ങി അത് ഇറക്കി വയ്ക്കുക. എന്നിട്ട് നമ്മുടെ ചാമരി നോക്കുക. ചാമരി നോക്കുമ്പോൾ അത് നല്ല പോലെ വെന്ത് പാകമായിട്ടുണ്ടാവും. വെള്ളമൊക്കെ പാകമായിട്ടുണ്ടാവും. ഉപ്പിട്ട് നല്ലോണം നോക്കി ആവശ്യത്തിന് ഉപ്പിട്ട് അത് ഉപയോഗിക്കുക. അങ്ങനെ ഈ ചക്കക്കുരു മുരിങ്ങക്കായും ഈ കഞ്ഞിയും കൂടി കഴിച്ച് നോക്കൂ. നല്ല ടേസ്റ്റാണ്, ഒരു വെറൈറ്റിയാണ് അതിൽ. അപ്പോൾ അത് ഇന്ന് എല്ലാവരും കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയുക. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.